ടെറസിൽ പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ബോഗൻവില്ലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ബോഗൻവില്ലയ്ക്ക് കുറച്ച് ജലാംശം കൂടുതൽ വേണ്ടതാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇത് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ പോട്ടിലാണ് ഇരിപ്പോൾ ഇരിക്കുന്നത്. കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. റീപോർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഞാനൊരു മൺചട്ടിയാണ് ബോഗൻവില്ലൊക്കെ എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ മറ്റേ സിമെന്റിന്റെ പോട്ടായാലും കുഴപ്പമില്ല. അത് കാറ്റ് പിടിക്കുന്ന പാരപ്പറ്റിൽ വെക്കുമ്പോൾ കാറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെയിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു പോകില്ല. അതിനാണ് ഈ വെയിറ്റ് ഉള്ള ചട്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. ഇത് നമ്മൾ റീപോർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. പിന്നെ ചുറ്റും പ്രസ് ചെയ്യുക, ചരിച്ച് പിടിക്കുക. ചരിച്ച് പിടിച്ചിട്ട് വലിച്ചാൽ മതി പതുക്കെ. ഇതുമാതിരി പോരും. ഓളുള്ളടുത്ത് കല്ല് വെച്ചതിന് ശേഷം വേണം, കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഇതുപോലെ റീപോർട്ട് ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. വളം ചെയ്യാതിരുന്നിട്ട് തന്നെ ഇത്രയും പൂ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.